കൊച്ചി നെടുമ്പാശ്ശേരിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയെ കൊലപ്പെടുത്തിയ മകൻ 58-കാരിയായ അനിതയാണ് കൊല്ലപ്പെട്ടത്. 3 മാസത്തെ ക്രൂരമർദ്ദനത്തിന് പിന്നാലെയാണ് മരണം. കമ്പുകൊണ്ട് ശരീരത്തിലാകമാനം മർദ്ദിച്ചതിന്റെ പാടുകളുണ്ട്. നെടുമ്പാശ്ശേരി സ്വദേശി ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷ്ണു സുരേഷുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, നടക്കുന്ന വാർത്തയാണ്. എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? വിഷ്ണു. ഉന്മേഷ, നടക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് 20 വർഷമായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു ഈ അനിത എന്ന് പറയുന്ന സ്ത്രീ. കഴിഞ്ഞ 3 മാസം മുമ്പാണ് ബിനു അവരെ നെടുമ്പാശ്ശേരിയിലുള്ള ബിനുവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അന്ന് ദിവസം മുതൽ ബിനു ക്രൂരമായി ഇവരെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയോടുകൂടി ഇവർ വീട്ടിൽ കുഴഞ്ഞു വീണ ഘട്ടത്തിൽ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിലാണ് അനിതയുടെ ശരീരത്തിൽ ആകമനം മുറിപ്പാടുകൾ കണ്ടെത്തിയത്. ഒപ്പം മർദ്ദനമേറ്റ പാടുകളും കണ്ടെത്തി. തുടർന്നാണ് ബിനുവിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ബിനു പറഞ്ഞത് അമ്മക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്, അമ്മ സ്വന്തമായി തന്നെ അടിച്ചു മുറിവേൽപ്പിക്കുന്നതാണെന്നാണ്. പക്ഷേ അത്തരത്തിലുള്ള മുറിപ്പാടുകളായിരുന്നില്ല. അത് ആഴത്തിലുള്ളതും അതോടൊപ്പം കാഠിന്യമേറിയതുമായ മുറിപ്പാടുകളാണ്. ആ മുറിവേറ്റ് സ്വയമേ അടിച്ചതാണെങ്കിൽ അത്തരത്തിലേക്ക് മരണത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ ഇത് പുറത്തുനിന്ന് ഒരാൾ അടിച്ചതാണെന്ന് മനസ്സിലാവുന്നു. ബിനുവിനെ വളരെ വിശദമായി ചെന്ന് പോലീസ് ചോദ്യം ചെയ്തു. അപ്പോഴാണ് 3 മാസമായി അമ്മയെ തുടർച്ചയായി മർദ്ദിക്കാറുണ്ടായിരുന്നുള്ള കാര്യം ബിനു വ്യക്തമാക്കുന്നത്. ശരീരത്തിൽ ചോര കട്ട പിടിച്ചാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായ കണ്ടെത്തൽ. ഏതായാലും നടക്കുന്ന വാർത്തയാണ് ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.